പറഞ്ഞ പോലെ നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം. ഏറ്റവും പ്രിയപ്പെട്ട മമിത ബൈജു, എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യമല്ല, ഇത് ഈ ക്രൗഡിന്റെ മുഴുവൻ ചോദ്യമാണ്. ആക്ച്വലി ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. സൂര്യ സാറിന്റെ കൂടെയുള്ള ഈ ഒരു പടത്തിലേക്ക് എത്തിപ്പെട്ട മൊമെന്റിനെ എങ്ങനെയാണ് മമിത കാണുന്നത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇത്രയും അധികം ജനങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. നിങ്ങളെല്ലാവരും സൂര്യ സാറിനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് വന്നതെന്ന് അറിയാം. അപ്പോൾ ഏതായാലും August 14th പടം റിലീസ് ആകുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഏകദേശം അതേ ഒരു വൈബ് തന്നെയാണ് നമ്മുടെ പടം മൊത്തം. ഒരു ഫൺ എന്റർടൈൻമെന്റ്, ഫാമിലി എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാം. സൂര്യ സാറിന്റെ എവറി സൈഡ് ഓഫ് ക്വർക്കി സൈഡ് ആട്ടെ, ഭയങ്കര കോമഡി, ഫൺ, ആക്ഷൻ എല്ലാം നിങ്ങൾ കാണാൻ പറ്റും. സോ August 14th ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ, നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും ഈ പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആസ് എ ഫാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സർ, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ 2015 യു കെയിം ടു കൊച്ചിൻ ലുലു മോൾ ഫോർ ആൻ ഇവന്റ്. അപ്പോൾ അന്ന് ഞാൻ ഐ തിങ്ക് ഐ വാസ് ഇൻ 8th standard ആൻഡ് മൈ ബ്രദർ വാസ് ലൈക്ക് 11th maybe. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ലുലു മോളിലേക്ക് പോയി. എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി പേരൻസ് വിട്ടില്ല. കാരണം ഞാൻ കുറച്ചായിരുന്നു ബസ്സിലൊക്കെ കയറി. അന്ന് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ബസ്സിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആയതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ ചേട്ടൻ പോയി കണ്ടു, പിക്ചർ എടുത്തു, തിരിച്ചു വന്നു. എന്നെ കാണിച്ചപ്പോഴത്തേനും ഐ ഫെൽറ്റ് വെരി ബാഡ്. പക്ഷെ ഇന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ സാറിൻ്റെ കൂടെ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലൈക്ക് ഒരു ഫാൻ ഗേൾ ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നിറഞ്ഞ മനസ്സോടെ ഈ പടം കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇമോഷൻ be a part of this film and all that. Thank you so much, മമിത ബൈജു. ഈ പടം വലിയൊരു ഹിറ്റായി. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ബിക്കോസ് ഇപ്പം കിട്ടിയ ഒരു സ്റ്റേജ് ആണ് and I don't want to miss anything. Yeah, please. So first of all, thank you Sitara Entertainments. ഇവിടെ അവരുടെ പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് വെങ്കി സർ, രാധിക മാം, നിങ്ങളെ രണ്ടുപേരും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. വെങ്കി സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിൽ ഡയറക്ടറാണ്. ഭയങ്കര കൂൾ, ലൈക്ക് ആക്ടേഴ്സിൻ്റെ ഭയങ്കര എന്താ പറയുക, സേഫായിട്ട് എല്ലാ ദിവസവും ട്രീറ്റ് തരും. എല്ലാ ദിവസവും വിൽ ഫീൽ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് ആ സെറ്റിൽ. അതേപോലെ നിമിഷ് രവിയാണ് നമ്മുടെ വന്നിട്ട് നമ്മളുടെ സൂര്യയും മമിതയും ഒക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്. പിന്നെ അത് മാത്രമല്ല, അഫ്കോഴ്സ് ഈ മൂവിയിൽ രാധികയുണ്ട്. അപ്പം ഞാൻ പറയായിരുന്നു, അതെൻ്റെ സിനിമ ഫാമിലിയുടെ ഒരു അംഗമാണ്. പുള്ളിക്കാരി ഞങ്ങളെയൊക്കെ ഒരു ഡയറക്ടറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജനിച്ചത് ട്രിവാൻഡ്രം ആണെങ്കിലും എന്നെ വളർത്തിയത് തമിഴ്നാടാണ്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി ഇല്ല എങ്കിലും ആ പുള്ളിക്കാരിയുടെ സ്ഥലമൊന്നും ഞാൻ എടുക്കുന്നില്ലെങ്കിലും അങ്ങനെ ഞാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഐ കോൾഡ് മിസ്റ്റർ സുനിൽ ജി. Everything is happening around, but you all still take time to come here. இந்த அன்பை வந்து விடாம கொடுத்துட்டே இருக்கீங்க. இந்த அன்பை என்னை பொறுத்த வரைக்கும் எனக்கு லைஃப் டைம் செட்டில்மெண்ட்.
இது நான் எவ்வளவு தேங்க் பண்றதுன்னே தெரியல. That kind of love I keep seeing everywhere. It can be small. கையில ஒரு மொபைல் இருக்கு. இங்க கிரியேட் பண்ற மாதிரி டிஜிட்டல் கண்டென்ட் வேற எங்கேயும் நான் பார்த்ததே இல்லை. கேரளால கிரியேட் பண்ற மாதிரி. So this is lot of love. எங்க போனாலும் எங்கேயாவது ஒரு மலையாளி இருப்பாரு. அவர் ஒரு சின்ன ஒரு சிரிப்போட வந்து நான் கை கொடுப்பாரு. All over the world, wherever I travel, I keep seeing you all. I keep getting this love. This love means a lot. இதே டைம் ராதிகா மேம் இருக்காங்க, ரவீனா மேம் இருக்காங்க, of course மமிதா இருக்காங்க. I'll come back to Mamita again. நான் ஹைதராபாத்ல ஷூட் பண்ணாலும் ஹைதராபாத்ல கேரளாக்குள்ள ஷூட் பண்ண மாதிரி இருந்துச்சு. Now cameraman was Nimish Ravi, production designer was Banglan, lightman, total unit எல்லாருமே அங்க மலையாளம் தான் பேசியிருந்தாங்க. ஸோ கேரளாக்குள்ள மாதிரி தான் இருந்தது எனக்கு. கிட்டத்தட்ட ஒரு 100 days of shoot, we felt like family there. It was lovely shooting. GV is again a big strong support for the film. We go function Varamonila, he's still giving the last score and last mixing work on another to give the best output for all the languages. So on behalf of the all entire team, I really want to thank you for this love. Malayla எந்த விஷயமும் பார்க்காம இவ்வளோ பேர் சேர்ந்து வந்து நின்றுட்டு இருக்கிறது வந்து it really was overwhelming. I feel really blessed. Thank you so much for this. Early welcome her with open arms, and this is a beautiful place, and warm welcome to her. And ஓணம் அப்போ வந்து என்னோட ரொம்ப ஃபேவரட்டான பிருத்விராஜ், துல்கர், நவீன் பால் இவங்க படங்கள்லாம் கூட ரிலீஸ் ஆகுது. அவங்களுக்கும் என்னோட மனமார்ந்த வாழ்த்துக்கள். I really loved all the trailers and whatever promotion had come out. சுனில் சார் கேட்டுக்கிட்ட மாதிரி ஓணமுக்கு முன்னாடி எல்லாரும் தியேட்டர்ல இந்த படத்தை பாருங்க. Please support our distributor also and our film also. Do come to the theaters much before Onam and support this film. From team stage ലേക്ക് വരേണ്ടതാണ്.